ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിലുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് RPF-ലാണ്. RPF-ലും RPSF, അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലുമായിട്ട് ഏകദേശം 4660 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 കോമൺ പോസ്റ്റുകളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഒന്ന് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലും ഒന്ന് കോൺസ്റ്റബിൾ പോസ്റ്റിലുമാണ്. സബ് ഇൻസ്പെക്ടർ എന്ന് വെച്ചാൽ SI പോസ്റ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോൺസ്റ്റബിൾ പോസ്റ്റിനാണ്. ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. 15/4/2024 തൊട്ട് 14/5/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ അവർ ചോദിക്കുന്ന യോഗ്യത നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ, അപ്രൂവ്ഡ് ആയിട്ടുള്ള UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഇനീഷ്യൽ പേ 35,400 ആണ് വരുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സ് മുതൽ 28 വയസ്സാണ് എന്നവർ പറയുന്നുണ്ട്. ഇതിൽ ടോട്ടൽ 452 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് കോൺസ്റ്റബിൾ പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. 4208 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. SSLC പാസ്സായാലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനീഷ്യൽ പേ 21,700 ആണ് വരുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. ഇനി ഇതിന്റെ ഒരു സെലക്ഷൻ സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഉണ്ടാവുക. അതിനുശേഷം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് 15% വേക്കൻസീസ് വനിതകൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കുക. പിന്നെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരും. ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതിൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വൺസ് നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്താൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ മെൻഷൻ ചെയ്ത ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു 400 റുപ്പീസ് ആപ്ലിക്കേഷൻ ഫീ തിരിച്ച് ഇവർ അയക്കുന്നതാണ്. 100 റുപ്പീസ് മാത്രമാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ വരിക. ബട്ട് ആദ്യം 500 രൂപ അടിക്കണം എന്ന് മാത്രം. ഇനി ഫോർ കാൻഡിഡേറ്റ്സ് ഹു ബിലോങ് ടു SC, ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് സംവരണ വിഭാഗത്തിൽ വരുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. അത് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ 250 രൂപ അടയ്ക്കേണ്ടതാണ്. വൺസ് ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങൾ അപ്പിയർ ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു 250 രൂപ ത്രൂ ഔട്ട് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണ്. അതാണ് ഒരു ആപ്ലിക്കേഷൻ ഫീനെ പറ്റി പറയാനുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു 15/4/2024 തൊട്ടാണ്. കൺസെന്റ് ആയിട്ടുള്ള RRB വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിര നിയമനമാണ് വരുന്നത്. റെയിൽവേയിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നല്ലൊരു അവസരമാണ്. SSLC പോലും യോഗ്യത ഉള്ളവർക്ക് റെയിൽവേയിൽ കയറാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.